അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെയാണ് ഷമ്മാസും നുസൈബയും ഏറെ ആഗ്രഹിച്ച ആ ദിവസം. അതെ, നുസൈബയെ പെണ്ണ് കാണാൻ വേണ്ടി ഷമ്മാസ് വരുന്നു, കൂടെ ഉമ്മയും പെങ്ങളും. ഉസ്താദിനോട് ഷമ്മാസ് അത് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഉസ്താദ് എളാപ്പാക്ക് വിളിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ നാളെ വരും കേട്ടോ. നാളെ അവർ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇൻഷാ അല്ലാഹ്. എളാപ്പ ആ ഒരു സന്തോഷ വാർത്ത ഇക്കയുടെ വീട്ടിൽ പോയി നേരിട്ട് തന്നെ പറഞ്ഞു. പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചോളിട്ടോ, നാളെ ഉച്ചയ്ക്ക് ശേഷമാണ്, തിടുക്കൊന്നുമില്ല, രാവിലെ തന്നെ വരുമൊന്നുമില്ല, എങ്കിലും ഒന്ന് വീടും പരിസരവും ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് റെഡിയായി നിന്നോട്ടെ. കാരണം ആണുങ്ങൾ മാത്രമാണെങ്കിൽ ഓല അകത്തേക്കൊന്നും കയറൂല, ഓല് കയറി വന്നാൽ ആ സിറ്റ് ഔട്ട് വരെ അങ്ങനെ, അല്ലെങ്കിൽ പുതിയാപ്പിളൊന്ന് കയറിയെങ്കിൽ കയറി, അത്ര തന്നെ. ഇതോ പെണ്ണുങ്ങളാവുമ്പോഴേ ഓലെ എല്ലാ കാര്യവും ഒക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യല്ലോ, വൃത്തിയും വെടുപ്പുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയെന്ന്. അപ്പോൾ നമ്മളൊന്ന് സെറ്റാക്കി വെക്കണത് നല്ലതാണ്. അല്ല, ഈ വീട് വൃത്തിയില്ല എന്നല്ലട്ടോ ഞാൻ പറയണത്. എൻ്റെ പൊന്നാർ റഹീമേ, വീടിടാ എത്ര വൃത്തിയാക്കിയിട്ടെന്താ, വീടിൻ്റെ കോലം കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി ഉണ്ടാക്കണം, എന്നാലേ നമ്മളെ കുട്ടികൾക്ക് പുതിയാപ്പിളാരൊക്കെ ഇനി ശരിയാവുള്ളൂ. എൻ്റെ പൊന്നാരക്ക, ഈ പുതിയാപ്പിളക്ക് അത് തന്നെ ധാരാളം. അവനക്ക് അതൊന്നും നോക്കുന്ന ആളില്ല, ഓൻ നല്ല സ്വാലിഹായ ചെക്കനാണ്. പിന്നെ ഇപ്പം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? അതല്ലേ, മറ്റീറ്റങ്ങളൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേനേ ഒക്കെ ഒന്ന് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് ശരിയാക്കി. പിന്നെ പൊന്നാര കാക്ക, നിങ്ങളോട് പറയാൻ, ഈ ഒരു മരുവനെ കിട്ടിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോളി. കാരണം അത് കുഴപ്പമില്ലാത്ത നല്ലൊരു കുട്ടിയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ. പിന്നെ ഇപ്പം എന്താ, ഒരു മരുവനൊക്കെ അങ്ങനെ ഭാഗ്യത്തിനൊരു മരുവനൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ കഴിച്ചിലാവും. റഹീമേ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കുട്ടി ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മാത്രം മതി, നമുക്കൊന്നൊന്നും വേണ്ട. നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പോലെ അങ്ങോട്ട് കഴിഞ്ഞാൽ പോരെ. ഇതുവരെ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കഴിഞ്ഞിൻ്റെത്. എൻ്റെ കുട്ടിയുടെ ഭാവി അതും ഒരുപാട് ഞാനൊന്നും ആഗ്രഹിക്കണില്ല. എൻ്റെ കുട്ടിക്ക് മനസ്സമാധാനം കിട്ടിയാൽ മതി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ജീവിതം, അതും എൻ്റെ കുട്ടിയും കൂടി അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അതിന് കൂടുതൽ സമ്മതം മൂളുന്നത് അതുകൊണ്ടാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ, അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അധികം ആൾ വരുന്നില്ലല്ലോ. സാധാരണ ഈ പെണ്ണ് കാണാനൊക്കെ ഒന്നാമത് ഈ പെണ്ണുങ്ങളിങ്ങനെ എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും. ഇതുപോലെ 2-3-4 ആൾക്കാർ ഓലൊന്നും വരുന്നുള്ളൂ, അതിനുള്ളത് മതി. പിന്നെ ഇപ്പം നമ്മൾ കുറേ സാധനം ഇങ്ങനെ വാങ്ങി വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും വൈകുന്നേരത്തിനുള്ള കടിക്കുള്ള കറിയും അതിക്കുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും ഈവനിങ്ങിൽ പ്രോഗ്രാം എടുത്തുമ്പോൾ അതൊക്കെ വാങ്ങിക്കട്ടോ. അതിനൊന്നും കുറവും വരുത്തണ്ട, അതൊക്കെ ഞാൻ ഏൽപ്പിച്ചോളാം. എളാപ്പ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. മോളെ നുസിയെ, പിന്നെ നാളെ കേട്ടോ മറക്കേണ്ട ദിവസം. അല്ല, എൻ്റെ കയ്യും വെച്ച് മൈലാഞ്ചി തൊടണില്ലേ? എളാപ്പ, പെണ്ണ് കാണാൻ വരുമ്പോൾ ആരെങ്കിലും മൈലാഞ്ചി ഇടുമോ? ഓല് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ പിന്നെ എൻഗേജ്മെൻറ്റിനും നിക്കാഹിനൊക്കെ അല്ലേ സാധാരണ ഇടാറുള്ളത്. അതിനെന്താ പെണ്ണേ, അന്നെ ഇനിയിപ്പോൾ എന്താ കണ്ട് ഇഷ്ടപ്പെടാൻ, അന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണല്ലോ. പിന്നെ ഇനിയിപ്പോൾ വീട്ടുകാരായാലും എൻ്റെ കുട്ടീനെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂല. മൈലാഞ്ചി കെട്ടോ, അതിനെന്താ? വേണ്ടളാപ്പോ, അതിനൊന്നും ആയിട്ടില്ലല്ലോ. നമുക്ക് ഹലാലായെങ്കിൽ മാത്രമല്ലേ അതൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കാനൊക്കെ പറ്റുള്ളൂ. എൻ്റെ പെണ്ണേ, എനിക്ക് എല്ലാ കാര്യത്തിലും നല്ല നോക്കുന്ന ആളാണല്ലേ. എന്തായാലും എനിക്കനുസരിച്ച് ആളെ തന്നെ കിട്ടട്ടെ. ഓൻ്റെ സ്വഭാവം എനിക്കനുസരിച്ച് തന്നെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം സ്വർഗ്ഗതുല്യാവും. നോക്കിക്കോ ഇൻഷാ അല്ലാഹ്, എൻ്റെ കുട്ടി നന്നായി വരും, നോക്കിക്കോ. എളാപ്പ അതാ നുസൈബയുടെ തലയിൽ കൈവെക്കുന്നു. ഞാനേ കുറേ ഏറ്റി കൊണ്ടിടുന്ന കുട്ടിയാണ്, ഇപ്പം ദാ എളാപ്പാനേക്കാളും വലിപ്പം വെച്ചിരിക്കണത് അല്ലേ. എന്നാലും നമ്മളൊന്നും മറക്കരുത് കേട്ടോ. എളാപ്പ അതെങ്ങനെ മറക്കാൻ പറ്റുമോ? ഉപ്പാനെയും ഉമ്മാനെയും എളാപ്പാനെയും ആരും ഞാൻ മറക്കൂല, അതിനിപ്പോൾ എവിടെ തന്നെ എത്തിപ്പെട്ടാലും. എന്നാൽ മതി, ഒന്നും വേണ്ട, എൻ്റെ കുട്ടീൻ്റെ ജീവിതം ഹയറായി കിട്ടിയാൽ മാത്രം മതി, എന്നാൽ തന്നെ എനിക്ക് സമാധാനമാണ്. എന്നാലേ ഞാൻ നാളെ വരാം കേട്ടോ, നാളെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം. അന്ന് എളാപ്പ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നുസൈബയ്ക്ക് എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെ ഉള്ളതുപോലെയാണ് ഇപ്പോൾ തന്നെ. തന്നെ അത്രയും സ്നേഹിക്കുന്ന ഉപ്പയും എളാപ്പയും ഒക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമൊക്കെ അവൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. അനിയത്തി കുട്ടികളെയും നോക്കി അന്ന് ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് അവൾ ഓരോന്ന് ചിന്തിച്ചു. അന്ന് എട്ടും പൊട്ടും തിരിയാത്ത ആ ഒരു പ്രായം, ആ ഒരു സമയത്ത് കല്യാണം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതാ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നു.
എൻ്റെ പിന്നാലെ വരാൻ അനിയത്തി കുട്ടികൾ ഒരുപാട് കരയുന്നു. എന്നെ അവിടെ തനിച്ചാക്കി എല്ലാവരും തിരിച്ചു പോരുമ്പോൾ അനിയത്തി കുട്ടികൾക്ക് പോരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഞങ്ങളും ഇത്താത്തയുടെ കൂടെ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു രംഗമായിരുന്നു. പക്ഷേ ആ രാത്രികൾ അതെല്ലാം പഠിച്ചവനെ കാത്ത് രക്ഷിക്കണ റഹ്മാനെ. ആ ഒരു അനുഭവം ഇനി എനിക്ക് ഒരിക്കലും ഉണ്ടാവരുതേ. ഞാൻ നിസ്കാരക്കുപ്പായം ചോദിച്ച ആ ഒരു നിമിഷം, അവർ എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ച ആ ഒരു നിമിഷങ്ങൾ. ഡ്രസ്സ് ഇപ്പം തന്നെ മാറി നിസ്കരിക്കേ? അതേ, ഫോട്ടോഗ്രാഫർക്ക് ക്യാഷ് കൊടുക്കാനുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാണ്ട്, വീഡിയോസ് എടുക്കാണ്ട്, അതൊക്കെ ചെയ്യാണ്ട് അതിന് മുമ്പ് തന്നെ ഡ്രസ്സ് മാറി നിസ്കരിക്കുക? അതങ്ങനെ മുതലാവും. ഇപ്പോൾ എത്രയോ ഫോട്ടോഷൂട്ടിന് വരാണ്ട് അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും അവിടെ പോയിട്ട് ഇവിടെ പോയിട്ടൊക്കെ ഉണ്ടേ. ആരൊക്കെയോ അങ്ങനെ പിന്നിൽ നിന്ന് കുത്തി കുത്തി പറഞ്ഞതെല്ലാം ഓർക്കുന്നു. പക്ഷേ എൻ്റെ അസർ നമസ്കാരം തെറ്റുന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു. പഠിച്ചവനെ, ഞാൻ എന്താ ചെയ്യുക? ഇതെല്ലാം അഴിച്ചിടാതെ ഒന്ന് ഒതുവെടുത്ത് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. എന്താപ്പം ചെയ്യുക? അവരോട് ചോദിച്ചിട്ട് അവരൊന്നും സമ്മതിക്കുന്നുമില്ല. അന്ന് ഫൈസൽക്കയും പറഞ്ഞു, ഇപ്പോഴൊക്കെ അഴിച്ചിട്, പിന്നെന്താ ഫോട്ടോഷൂട്ട് വന്നിട്ടില്ലല്ലോ. അതെ, അന്ന് ഒരുപാട് ആണുങ്ങളുടെ ഇടയിൽ ഞാനൊരു പെണ്ണ് മാത്രം. ഞാനും എൻ്റെ ഫൈസൽക്കയും ചുറ്റുഭാഗത്തും ഇക്കയുടെ ഒരുപാട് ഫ്രണ്ട്സ്, അവരെല്ലാവരും തന്നെയും ഫൈസൽക്കയെയും തൊട്ടിരുമി നിൽക്കുകയാണ്. പഠിച്ചവനെ, അതുവരെയായിട്ട് ഒരു അന്യപുരുഷൻ്റെ സ്പർശനം പോലും ഞാൻ ഏറ്റിട്ടില്ല. എങ്കിലും അവരെൻ്റെ ചുറ്റുഭാഗത്തും. ഏതെങ്കിലും ഭർത്താക്കന്മാർ അതിന് സമ്മതിക്കുമോ? പെണ്ണിനെ ഇങ്ങനെ ചാരി നിൽക്കാനൊക്കെ? ഹേയ്, സ്നേഹമുള്ളവർ അല്ലെങ്കിൽ പക്വതയുള്ളവർ, അതിനെക്കുറിച്ച് അറിയുന്നവർ ഒരിക്കലും സമ്മതിക്കില്ല ഒരു ഭർത്താവും തൻ്റെ ഭാര്യയുടെ ഒപ്പം തൊട്ടുരുമിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കാൻ. അതെല്ലാം അന്ന് സംഭവിച്ചു. അന്നത്തെ ഡ്രസ്സാണെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അതുവരേക്കും ഫുൾ കൈയും മുഖമക്കനെയും മാത്രം ഇട്ട് നടന്നിരുന്ന ഞാൻ എൻ്റെ കല്യാണ ദിവസം അന്ന് ഞാൻ അർദ്ധനഗ്നയായി. വളരെയധികം നേരിയ രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അതും അതിൻ്റെ ബ്ലൗസാകട്ടെ കഴുത്ത് ഒരുപാട് ഇറക്കം, പുറം ഒരുപാട് ഇറക്കം, കൈയാണെങ്കിൽ മുട്ടിൻ്റെ കുറേ മുകളിലായിക്കൊണ്ട് എൻ്റെ ആ ശരീരഭാഗം ഇതുവരെ ആരും കാണാത്ത ആ ഭാഗമെല്ലാം അന്നവർ വെളിവാക്കപ്പെട്ടു. ഞാൻ എൻ്റെ ഷാള് കൊണ്ട് വലിച്ചു പിടിച്ച് മറക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവരിൽ ആരൊക്കെയോ പറഞ്ഞു, എന്താണിത്? എൻ്റെ ശരിക്കും ഞങ്ങൾ മാറ്റി തരുന്ന പോലെ നിന്നാൽ പോരെ, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആരാണെന്നറിയില്ല. ആരൊക്കെയോ അന്നറിയില്ലായിരുന്നു ഏതാണ് മൂത്തച്ചിയെന്നോ ഏതാണ് നാത്തൂനെന്നോ ഏതാണ് ബ്യൂട്ടീഷ്യനെന്നോ ഒന്നും അറിയാത്ത ആ ദിവസം. അവരുടെ മുമ്പിൽ ഒരു പാവക്കുട്ടിയെപ്പോലെ ഞാൻ നിൽക്കുകയായിരുന്നു. അതുവരെ കാണാത്ത എൻ്റെ ആ മുടി അവർ അഴിച്ചിട്ടു. ഒരു മുടി പോലും കാണാതെ ഞാനത് കെട്ടിവെക്കുകയായിരുന്നു. അഴിച്ചിട്ടാൽ അത് ഒരുപാട് താഴേക്ക് തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഞാനത് മടക്കി മടക്കി ചുരുട്ടി അങ്ങനെയാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഞാൻ മുടഞ്ഞിട്ട മുടിയെല്ലാം അവരെന്ന് അഴിച്ചിട്ടു. അഴിച്ച് വാർന്നു തൂക്കിയിട്ടു. ഞാൻ പറഞ്ഞു, മുടി ഇങ്ങനെ ഇടണ്ട, അത് മടക്കി കെട്ടാം. ആഹാ, സാരിയൊക്കെ എടുക്കുമ്പോഴേ ഇത്ര മുടി വേണം, നിനക്ക് മുടിയുണ്ടല്ലോ, നിനക്ക് നിൻ്റെ ചന്തിയുടെ താഴോട്ട് മുടിയുണ്ട്, പക്ഷേ ഇതിങ്ങനെ ഒതുക്കി കെട്ടിയിട്ടെന്താ? ഹേയ്, അതൊന്നും പറ്റൂല, അതെല്ലാം നിർത്തിയിടണം. നിർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ മനോഹരമായ ഈ ഒരു നെറ്റ് ഇടുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യമേ, അല്ലാതെ ഈ സൗന്ദര്യമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെക്കാനേ കുട്ടി? അതുവരെ കാണാത്ത തൻ്റെ മുടി ആ വിവാഹ ദിവസം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ അത് അഴിച്ചിട്ടു. ഓരോ മോഡലിൽ വാർന്ന് മുൻഭാഗമെല്ലാം പഫ് ചെയ്ത് അവിടെ എന്തൊരു കിരീടം പോലെയൊക്കെ വെച്ച് അതിനും ബാക്കിലായിക്കൊണ്ട് ആ ഒരു നേരിയ നെറ്റ് എൻ്റെ തലയിലിട്ടു. അതിനുള്ളിലൂടെ മുഴുവൻ എൻ്റെ തലമുടി കാണുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ നഗ്നയായ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അതുവരെ ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആ കല്യാണ ദിവസം എന്നെ ഒരുക്കാൻ വേണ്ടി അവരെല്ലാവരും ആ റൂമിലേക്ക് തിക്കി തിരച്ചുകൊണ്ട് വന്നു. അതെ, ചെറിയ റൂമാണ് എൻ്റെ വീട്. അപ്പോൾ തന്നെ ആ കൂട്ടത്തിലുള്ള ചിലരെല്ലാം പറയുന്നത് കേട്ടു, ഹൈ പഠിച്ചോനെ, എന്തൊരു
കുടുസുമുറിയാണിത്. ഈ റൂമിലാണോ മാറ്റില്? ഞാൻ കരുതി വീടിൻ്റെ മേൽക്കൊക്കെ റൂമുണ്ടാവുമെന്ന്. ഇതെന്താ ചെറിയൊരു ഓടുവീട്? എങ്ങനെയാ ഇപ്പം ഇവർക്ക് ഇത്രയും ചെറിയ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ ഇവർ കണ്ടെത്തിയത്? പെണ്ണ് കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല. പക്ഷെ വീട് കുറച്ച് ഇത് ഓൽക്കൊന്നും പറ്റിയ വീടൊന്നല്ല. അങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. അതെല്ലാം കേട്ടപ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നിയത്. പഠിച്ചവനെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വരെ. അന്ന് അവൾ ഇട്ടിരുന്നത് ഒരു ലെഹങ്കയായിരുന്നു. അതും നല്ല രീതിയിൽ ഷാളെല്ലാം ചുറ്റിക്കെട്ടി മുകളിലൂടെ നെറ്റിട്ട് കൈകളെല്ലാം ഫുൾ സ്ലീവ് ആയിക്കൊണ്ട് നല്ല മനോഹരമായി ഔറത്തൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു മാറ്റി നിന്നിരുന്നത്. അതും തന്നെ അണിയിച്ചൊരുക്കുന്നത് ഉമ്മയുടെ അനിയത്തിയും എളാപ്പയുടെ വൈഫുമായിരുന്നു. ഒരു ഔറത്ത് പോലും അവൾക്ക് കാണുന്നത് ഇഷ്ടമല്ല എന്ന് ഉപ്പയും ഉമ്മയും പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു അവർ മാറ്റിയിരുന്നതും. ആ നല്ല ഇസ്ലാമികമായ ആ വസ്ത്രധാരണം അത് കണ്ടുകൊണ്ടാണ് അവർ വന്നത്. ഓഹ്, മണവാട്ടി ഉഷാറായിട്ടുണ്ടല്ലോ, ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? അതിൽ ഒരുത്തി ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു കുത്തുവാക്കുകൾ കേട്ട് ഹൃദയത്തിലാണ് അതെല്ലാം കൊള്ളുന്നത്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചുറ്റി കെട്ടി കിടങ്ങാറായി നിൽക്കുന്നത്? ഒരു സിമ്പിളായിട്ടല്ലേ ഇപ്പോഴൊക്കെ കുട്ടികൾ നടക്കുള്ളൂ. ഇത് ഒരു ചുറ്റിലിവിടെ, പിന്നെ മുകളിൽ വേറൊന്ന്. എന്തൊക്കെയാണിത്? സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചൂടെടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണ ദിവസമല്ലേ, ഒരുപാട് ആളുകൾ കാണാൻ വരുന്നതല്ലേ. എന്തൊക്കെ ആയാലും ഔറത്ത് കാണിക്കാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇത് അഴിച്ചോട്ടെ, അതിൽ ഒരുത്തി പറഞ്ഞു. ഞാൻ ശരിയെന്ന് തലയാട്ടി. അവർ എനിക്ക് വേണ്ടി ചുറ്റിക്കെട്ടിയ ആ ഒരു ഷോള് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. എത്ര പിന്നാതിമലേ. അവരതെല്ലാം എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ ശരീരത്തിൽ എന്തൊക്കെയോ പിന്നൊക്കെ കുത്തുന്ന പോലെ വേദന അനുഭവപ്പെടുന്നു. പക്ഷേ ഒന്നും പറയാൻ വയ്യല്ലോ. പേടിച്ചാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, ഒരു പൂച്ചക്കുട്ടിയെ പോലെ. ആ ഷാളെല്ലാം ചുറ്റിക്കെട്ടിയത് മാറ്റിയപ്പോൾ അടിയിലതാ ഒരു തൊപ്പി. എൻ്റെ പൊന്നോ, എന്തൊക്കെയാണ് ഈ തലയിൽ വെച്ചിരിക്കുന്നത്? തല വേദനിക്കൂലേ? താഴെ ഒരു തൊപ്പി, മേലെ ഒരു ഷോള് ചുറ്റിക്കെട്ടിയത്, അതിന് മേലെ വേറൊരു നെറ്റ്. അവൾക്കൊന്നും പറയാനായില്ല. അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും, ഉമ്മയുടെ എളാമയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് കരുതി അവൾ വെറുതെ ആ പുറത്തേക്ക് നോക്കി. ഇല്ല, അവിടെ വാതിലടച്ചിട്ടിരിക്കുകയാണ്. തൻ്റേതെന്ന് പറയാനുള്ള ആരോ അതിനുള്ളിലില്ല. ആ തൊപ്പിയും അവരതാ അഴിച്ചെടുത്തു. പിന്നീട് ആ ലെഹങ്കയുടെ ആ ബ്ലൗസ് അവർ അഴിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവൾ ഒരു ഷാള് കൊണ്ട് പുതച്ച് അവിടെ പൊത്തിപ്പിടിച്ചു. ഹേയ്, എന്താ കുട്ടി ഇത്? നിൻ്റെ മടിയൊക്കെ മാറാൻ പോണേ ഉള്ളൂ. ഇവിടെ ആരുമില്ല, ഞങ്ങളിത് കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അഴിക്ക്, അതിൻ്റെ ബോക്സ് കഴിച്ചു തരാം, തിരിഞ്ഞു നിൽക്ക്. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഇതൊക്കെ ഇടണം. അവൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കായി മാറി. ഹേയ് വേണ്ട, അത് അവൾ ആ ഷാളെടുത്ത് വീണ്ടും പുതച്ചു. എന്താ കുട്ടി ഇങ്ങനെ നാണം? ഇത്രയൊക്കെ പാടുണ്ടോ? ഞങ്ങൾ ഡ്രസ്സാണ് ചേഞ്ച് ചെയ്യാൻ വന്നതല്ലേ, അതോ ഇത് തന്നെ ഇട്ട് പോയാൽ മതിയോ? ആ ചുറ്റിക്കെട്ട് കഴിക്കാൻ തന്നെ അരമണിക്കൂറോളായി. അവർ അത്രക്കും ഉച്ചത്തിലൊക്കെ സംസാരിച്ചിരുന്നു. ശരിക്കും നുസൈബയ്ക്ക് പേടിയായിരുന്നു. എന്നാൽ അതിലൊരുത്തിക്ക് ദയ തോന്നിക്കൊണ്ട് പറഞ്ഞു, എന്നാലേ ഒരു ഷോൾ എടുത്ത് ഒന്നിങ്ങനെ കവർ ചെയ്ത് പിടിക്കാം. അത് അല്ലെങ്കിൽ മടിയായിരിക്കും അവൾ, എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ ഒരു വലിയ ഷീറ്റ് കൊണ്ട് അത് മറച്ചു പിടിച്ച്, എന്നാൽ അവിടെ നിന്ന് നീ അതെല്ലാം ചേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് അപ്പോഴും മടി. വേണ്ട, ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ റെഡിയായി വരാം. വീട്ടിനുള്ളിലൊന്നും ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ നുസൈബാക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. അപ്പോഴും അവർ പറഞ്ഞു, വീടിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ലേ? അതിലൊരുത്തി പറഞ്ഞു, എങ്ങനെയാണ് ഈ ഓടിട്ട് വീട്ടിലേക്ക് അതുണ്ടാകുക? അതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിങ് വീട്ടിലൊക്കെ അല്ലേ ഉള്ളത്. ഇതൊക്കെ ഏത് കാലത്തെ പഴയ വീടാണാവോ? അതെല്ലാം നുസൈബയുടെ ഹൃദയത്തിൽ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ അവളതെല്ലാം മനസ്സിൽ ആ വേദനയെല്ലാം മറച്ചു വെച്ചു. ഒരു ഷാൾ തലയിലൂടെ ഇട്ടുകൊണ്ട് അവളതാ ബാത്റൂമിലേക്ക് പുറത്തേക്ക് പോകുന്നു. അത് കണ്ട അവളുടെ എളാമയും ഒപ്പം കൂടി. മോളെ എന്താ? ആ ഡ്രസ്സ് മാറ്റാനല്ലേ? അത് ശരി, അല്ലെങ്കിൽ അവർക്കൊന്ന് പുറത്തേക്ക് ഒഴിഞ്ഞു നിന്നാൽ ആ റൂമിൽ തന്നെ നിനക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അത് സാരല്ല. അവർ കൊണ്ടുവന്ന ആ ഡ്രസ്സ് എടുത്ത് അവൾ ഇട്ട ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി. എളാമ, നിങ്ങളും എൻ്റെ കൂടെ ആ റൂമിലേക്ക് വരുമോ? മോളെ, അവരെന്നെ ഇഷ്ടംപോലില്ലേ,
പിന്നെ ആ റൂമിൽ എല്ലാവരും കൂടെ നിൽക്കണ പറ്റൂല, ചിലർക്ക് പറ്റൂല അങ്ങനെ. ഞാൻ വേണമെങ്കിലും ശ്രമിച്ച് നോക്കാം വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്ലൗസ് അവളതാ ഇടുന്നു, സാരിക്കുള്ള. ആ ബ്ലൗസ് ഇട്ടപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. പടച്ച തമ്പുരാനെ, എന്താണിത്? ചെറിയൊരു കഷ്ണം, ഇതെങ്ങനെ? എളാമ്മ, ചെറിയൊരു ബ്ലൗസാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മോളെ, അതിൻ്റെ മേലേക്ക് സാരി വരുമോ? അത് ഉള്ളിലിടണല്ലേ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. അല്ല എളാമ്മ, തീരെ സ്ലീവും ഇല്ല. കണ്ടോ, ഹാഫ് സ്ലീവും അല്ല, അതിന് മുകളിലേക്കാണ്. മോളെ, അവർ നല്ല ഫാഷൻ്റെ ആൾക്കാരായിരിക്കും. അവർ കണ്ടില്ലേ, എല്ലാവരും അങ്ങനത്തെ ഒരു നെറ്റിൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ ഇട്ട് ആണല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സാരല്ല, ഇന്നല്ലേ, നമ്മളിഷ്ടം പറ്റൂലല്ലോ, ഓല ഇഷ്ടമല്ലേ. എളാമ്മ, എനിക്ക് പേടിയാകണത്. ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കാണിച്ച്. സാരല്ല മോളെ, അത് മുകളിലൂടെ സാരി വരുമ്പോൾ ഒക്കെ ശരിയാവും കേട്ടോ. എളാമത അവൾക്ക് ആ വലിയൊരു ഷാള് പൊതിച്ചുകൊണ്ട് അവളെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി. ഹോ, വന്നോ? എത്ര സമയമാണ് ഇതൊക്കെ ഒന്ന് ഇടാനും മാറ്റാനും? ടൈം എത്രയായിരുന്നോ? അവർ തിരക്ക് കൂട്ടുന്നുണ്ടാവും. ഫൈസലിന് അല്ലെങ്കിലേ കുറച്ച് ദേഷ്യമാണ്. ഓന് പെട്ടെന്ന് ദേഷ്യം വരും. അത് കേട്ടപ്പോൾ തന്നെ അതാ നുസൈബയുടെ കൈകാലുകൾ കുഴയുന്ന പോലെ. ഫൈസൽ ദേഷ്യക്കാരനാണ് എന്നൊക്കെ കേട്ടപ്പോൾ പഠിച്ചവനെ, എങ്ങനെ ഞാൻ അയാളുടെ കൂടെ എന്നൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവരതാ ആ ഒരു സാരി ചുറ്റുന്നു. നല്ല കനമുള്ള ഒരുപാട് കല്ലും മുത്തും പതിപ്പിച്ച സാരി. ആ ഒരു സാരി ചുറ്റി വന്നപ്പോൾ നുസൈബയത കൂടുതൽ മനോഹരിയാകുന്നു. വളരെയധികം ഭംഗിയുണ്ട്. എല്ലാവരും പറഞ്ഞു, അവൾക്ക് പറ്റിയ സാരി അല്ലേ, നല്ല ചേരുന്നുണ്ട്. പിന്നെ തടി കുറച്ച് കുറവാണ്, ആ ഒന്ന് കൂട്ടണം. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ശരിയായിക്കോളും. അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, തടിയൊക്കെ വെക്കേണ്ട പ്രായമല്ലേ ആവണുള്ളൂ. അവളുടെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു കളറല്ലേ, നല്ല ഭംഗിയുണ്ട്. അവർ സാരി ചുറ്റുമ്പോൾ ഇടയ്ക്കിടെ ഓരോ പിന്നെ അവളുടെ ശരീരത്തിലും തറക്കുന്നുണ്ടായിരുന്നു. വേദനയുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. പേടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നു. സാരി ചുറ്റൽ കഴിഞ്ഞ് ആഭരണങ്ങൾ കെട്ടി മുല്ലപ്പൂവും ചാർത്തി. ഇനി ഷോൾ ചുറ്റിക്കെട്ടും എന്നാണ് നുസൈബ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾ മുടഞ്ഞിട്ടിരുന്ന ആ മുടിയെല്ലാം അവർ അഴിച്ചിടുകയായിരുന്നു. അപ്പോഴാണ് അവളത് പറഞ്ഞത്, മുടി കാണിക്കണ്ട എന്നുള്ളത്. പക്ഷേ അവർക്ക് അത് പറ്റില്ല. പിന്നെന്താ, സാരിയൊക്കെ ചുറ്റുമ്പോഴേ നല്ല ഭംഗിയുള്ള മുടിയൊക്കെ അഴിച്ചിടണ്ടേ, എന്നാലേ ഭംഗി എന്നവർ തിരിച്ചു പറഞ്ഞു. പക്ഷേ അവൾ വിചാരിച്ചതുപോലെ മറ്റൊന്നും പിന്നീടുണ്ടായിരുന്നില്ല. അവൾ വിചാരിച്ചു, താഴെ ഒരു തൊപ്പിയിട്ട് മേലെ ഷോള് ചുറ്റിക്കെട്ടി നെറ്റിടുകയാണെങ്കിൽ അത്രയൊരു ബോറ് തോന്നില്ല എന്ന്. പക്ഷേ അതൊന്നും അവർ ചെയ്തില്ല. അവർ അവളുടെ ആ ഒരു മനോഹരമായ മുടി താഴേക്ക് നല്ല രീതിയിൽ വാർന്നു വെച്ചു. മുകളിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് പഫ് ചെയ്ത് അവിടെയും എന്തൊക്കെയോ ഒരു കിരീടം വെച്ചു. അതിൻ്റെ മുകളിലൂടെ ആ ഒരു മാറാലവര പോലുള്ള ആ ഒരു നെറ്റ് അണിയിച്ചു. സത്യം പറഞ്ഞാൽ നുസൈബ അതെല്ലാം ഇട്ടപ്പോൾ വളരെയധികം സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് വേദനിക്കുകയായിരുന്നു. പടച്ച റബ്ബേ, ഞാനിതുവരെ കാത്തു സൂക്ഷിച്ച എൻ്റെ ശരീരമിതാ ഇന്ന് എല്ലാവരും കാണുവാൻ വേണ്ടി പോവുകയാണ്. എത്രയോ ആളുകളുണ്ടാവും കല്യാണത്തിന്, അവരെല്ലാം കാണും. എൻ്റെ കൈ ഇതുവരെയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഫുൾ കൈ ധരിച്ച് നടക്കുന്ന ഞാൻ ഇപ്പോഴിത് എൻ്റെ കൈയെ മുട്ടിൻ്റെയും ഒരുപാട് മേലെ ചെറിയൊരു ഫഫ് കൈ പോലെ. അവൾക്ക് ശരിക്കും താൻ നഗ്നയായി നടക്കുന്ന പോലെയാണ് അനുഭവപ്പെട്ടത്. ഒരു കണ്ണാടി അവളുടെ മുമ്പിലൂടെ അവർ കാണിച്ചു, നോക്ക്. അപ്പോഴേക്കും അവർ ഒരുപാട് ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം ഇട്ട് മേക്കപ്പും വാരി പൊത്തിയിരുന്നു. അതിലൊരുത്തി പറഞ്ഞു, പിന്നെ ഒട്ടും കുറയണ്ട കേട്ടോ. അതിൽ ബ്യൂട്ടീഷ്യൻ പറയാണ്, സൗന്ദര്യത്തിന് കൊച്ചു കുറവില്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് ഒന്നും വേണ്ട. അപ്പോഴൊരാൾ പറഞ്ഞു, വേണ്ട, എന്തായാലും നിങ്ങളെ പൈസ കൊടുത്ത് വരുത്തിയതല്ലേ, അതിനുള്ളത് നിങ്ങൾ ഇട്ടോളി, ഒട്ടും കുറയണ്ട. ഓനക്കതൊരു കുറച്ചിലാവും, ഓനെ ഫാഷൻ്റെ ആളാണ്, ഓന് കുറച്ചൊന്നും ഇട്ടാൽ മതിയാവില്ല. ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ ശരിക്കും നുസൈബ വിചാരിച്ചു, ഇല്ല, ഞാൻ സ്വപ്നം കണ്ട ജീവിതമെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഏതോ ഫാഷൻ്റെ ലോകത്തേക്കാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. പഠിച്ചോനെ. നുസൈബയെ കൊണ്ട് വീണ്ടും അവർ നിർബന്ധിച്ച് കണ്ണാടി നോക്കിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നുസൈബ തന്നെ അന്തം വിട്ടുപോയി. ഇത് ഞാൻ തന്നെയാണോ? ഒരിക്കലുമല്ല, എൻ്റെ മുഖമാകെ മാറിയിരിക്കുന്നു. എന്തൊക്കെയോ അവർ തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ മണവാട്ടിയെ കാണുമ്പോൾ ശരിക്കും ഒരു ഹൂറിയെ പോലെയുണ്ട്. പക്ഷേ അവൾക്ക് നഗ്നത കാണിച്ചുകൊണ്ടുള്ള ആ ഒരു വിവാഹവസ്ത്രം ഒട്ടും ഇഷ്ടമായില്ല.
അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ നാത്തൂൻ നടക്കുന്നു. അവൾക്ക് തൻ്റെ കൈകളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഇതായിട്ട് അവൾ വീണ്ടും ഒരു ഷാൾ കൊണ്ടൊക്കെ ആ നെറ്റ് കൊണ്ട് വലിച്ചു പുതക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ ചെയ്യുന്നത്? കേടുവരൂലേ? എത്ര മനോഹരമായിട്ടാണ് ബ്യൂട്ടീഷ്യൻ മാറ്റിയത്. ഒന്നും ചെയ്യല്ലേട്ടോ, ഇതുപോലെ നിൽക്ക്, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. നുസൈബയെ പുറത്തിറക്കി. അത് കണ്ട് ആളുകളെല്ലാം ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒരുപാട് ആളുകൾ അവളുടെ സൗന്ദര്യം കണ്ട് മതി മറന്നുപോയി. അത്രക്കും അവളുടെ കാണാത്ത സൗന്ദര്യമെല്ലാം വെളിവായിട്ടുണ്ട്. അതെ, ഇറങ്ങിയ കഴുത്തും പുറം മുഴുവൻ കാണുന്ന ആ ഒരു പുറവും കൈയും എല്ലാം മുടികളും ഒക്കെ വെളിവാക്കിക്കൊണ്ട് അവളുടെ ആ വെളുത്തു തൊടുത്ത ആ ഒരു ശരീരമെല്ലാം പുറത്ത് കണ്ടപ്പോൾ ശരിക്കും എല്ലാവരും അതിൽ നിന്ന് കണ്ണെടുക്കുന്നേയില്ല. അവൾക്ക് ആകെ ഒരു ലജ്ജ തോന്നി. അവൾക്ക് കണ്ണുകൾ തുറക്കാൻ തന്നെ കഴിയുന്നില്ല. ഉമ്മാക്കും ഉപ്പാക്കും അത് കണ്ട് ഒരു നിമിഷം മനസ്സിൽ സങ്കടം വന്നു. ഞങ്ങളെ കുട്ടി എങ്ങനെ നടന്നിരുന്നതായിരുന്നു? ഈ ഒരു രീതിയിലാണോ പഠിച്ചോനെ ഇവർ കൊണ്ടുപോണത്? പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായി, അവരുടെ ഇഷ്ടം പോലെയായി. എന്നാലും ഞങ്ങളെ മോള് എങ്ങനെ നടന്നതായിരുന്നു റബ്ബേ. അവരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. നുസൈബയുടെ സൗന്ദര്യം കാണാൻ അന്ന് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അവിടെ എത്തിയപ്പോഴും അതുവരെ കാണാത്ത ആ സൗന്ദര്യമെല്ലാം അന്ന് വെളിവായി. നുസൈബ പൊട്ടി പൊട്ടി കരയുകയാണ്. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. എന്താ മോളെ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ഉമ്മ, ഞാൻ ഓരോന്ന് ആലോചിച്ച് പോയതാണ്. എന്ത് മോളെ? മോളെ, നാളെയാണ് കേട്ടോ നിന്നെ കാണാൻ വരുന്ന ദിവസം. നീ ഇന്നിങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ്? ഉമ്മ, അല്ല, അതെ, കഴിഞ്ഞ കല്യാണത്തിൻ്റെ ആലോചിച്ച് പോയതാണ് ഞാൻ. അത് അവരെന്നെ മാറ്റി കൊണ്ടുപോയപ്പോഴൊക്കെ ഞാൻ അത്രക്കും കാത്തു സൂക്ഷിച്ച് എൻ്റെ ശരീരമൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട്. മോളെ, അത് സാരല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. അന്ന് എനിക്ക് വയസ്സും ആയിട്ടില്ല. ഒന്ന് ചെറിയ കുട്ടിയാണ് ഈ. ഇപ്പം നീ ബുദ്ധി വെച്ചില്ലേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി നിനക്ക് വായ തുറന്ന് പറയാലോ എല്ലാവരോടും. അത് ആ ചെറുപ്പകാലത്ത് അങ്ങനെ അവർ സൗന്ദര്യമുള്ള കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോൾ ഉപ്പാനോട് അങ്ങനെ പറഞ്ഞപ്പോൾ കെട്ടിച്ച് കൊടുത്തതാണ്, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒന്നും സാരല്ല, കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ ആ വീട്ടിലേക്കൊന്നല്ലല്ലോ നമ്മൾ കെട്ടിക്കണത്. നമ്മൾ നല്ല ഹയറായ ചെക്കൻ്റെ വീട്ടിലേക്കല്ലേ. അവന് നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കൂല. എൻ്റെ മോളെ പഴയതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ. അത് പാടേ ഇല്ല. പഴയതെങ്ങാനും ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷൻ മനസ്സിൽ നിന്ന് തീരൂല. അങ്ങനെ പഴയത് ഓർക്കാൻ പാടില്ലേ. എന്തിനാ ഓർക്കണത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കെല്ലാം പഠിച്ചോ വേറെ വേറെ തന്നു. ഇനി പഴയത് ഓർക്കുകയേ ചെയ്യരുത്. ആദ്യത്തേതായാലും അവസാനത്തേതായാലും ഒക്കെ നമുക്ക് വിഷമമുള്ള സംഭവങ്ങൾ നമ്മൾ പിന്നീട് ഓർക്കരുത്. അതാണ് കഴിഞ്ഞു പോയി. പഠിച്ചവൻ്റെ ഒരു വിധി അങ്ങനെ ആയിരിക്കും. അതങ്ങനെയാണ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ എന്താവും? നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കരുത്. നിനക്ക് നല്ലൊരു ബന്ധം, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ബന്ധമാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. പോയി മുഖം കഴുക്. നുസൈബ അതാ പോയി മുഖം കഴുകുന്നു. പഠിച്ചോനെ, ഓരോന്ന് വെറുതെ അങ്ങ് ആലോചിച്ച് പോയി. പിന്നീട് അവൾ ഷമ്മാസിനെ കുറിച്ച് ഓർത്തു. അള്ളാഹു എനിക്ക് കനിഞ്ഞരുളിയതായിരിക്കും അവനെ. ഒരു കാലത്ത് ഞാൻ ബുദ്ധിമുട്ടിയത് കൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഷമ്മാസ് എന്നെ കാണാൻ വരുമല്ലോ. അള്ളാഹ്, നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അന്ന് ഷമ്മാസിൻ്റെ വീട്ടിൽ സമയം വൈകുന്നേരമായിട്ടും ഷമ്മാസിനെ കാണുന്നില്ല. ഉമ്മാക്കാകെ ബേജാറായി. ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ പഠിച്ചോനെ, ഇനിയിപ്പോൾ ഇന്ന് രാത്രി സാജിയും കുട്ടികളൊക്കെ വരും. അപ്പം ഇനി അവർക്ക് കുറച്ചും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എല്ലാവർക്കും കൂടി. എന്തായാലും നാളെ ഇപ്പോൾ പെണ്ണ് കാണലൊക്കെ അല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മാക്ക് കുറച്ച് അടുക്കളയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സമയം വൈകുന്നേരമായിട്ടും ഷമ്മാസിനെ കാണുന്നില്ല. എന്താ പഠിച്ചോനെ ഈ കുട്ടി എവിടെ പോയി കിടക്കുക? വിളിച്ച് നോക്കിയാലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ്സും കാര്യത്തിനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്ന ഇടയിൽ കൂടെ ഞാൻ ആ കോള് വിളിച്ചതിന് ബുദ്ധിമുട്ടാവോ. എന്തായാലും ഓൻ വിളിക്കുമായിരിക്കും. ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഉമ്മ അട്ടപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്, കാണാനൊക്കെ നല്ല കാടുണ്ട്, അങ്ങനെ ഇങ്ങനെ ആദിവാസി ഏരിയകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വേഗം വരണം കേട്ടോ, നാളെ നമുക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ആയിട്ടും എന്താ വരാത്തത്? അട്ടപ്പാടിയൊക്കെ അല്ലേ, കുറച്ച് ദൂരമൊക്കെ പോകേണ്ടി വരും. എവിടെയാണാവോ ഈ മൊബൈൽ ഷോപ്പ് പുതിയത് തുടങ്ങുന്നത്? ഉമ്മാക്കാകെ ബേജാറായി തുടങ്ങി. പഠിച്ചോനെ, അപ്പോഴതാ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ വാതിൽ തുറന്നു. സാജിയും കുട്ടികളും. ഉമ്മ
എന്തായി എവിടെ സ്വീറ്റ്സും ചോക്ലേറ്റ്സൊക്കെ? മോളെ അതൊക്കെ നീ ഒന്നും കൂടി സെറ്റാക്കി വെച്ചാളാ കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാളാ. ക്ഷാമം വന്നില്ല? ഓനെ കാണാമല്ലോ. ഓൻ രാവിലെ അട്ടപ്പാടിക്ക് എന്ന് പറഞ്ഞ് പോയതാണ്. ഇത്ര നേരമായിട്ടോ എന്തോ ഓനെ കാണാത്തത്? കാണാനേ ഇല്ലല്ലോ. ഓൻ വന്നോളും. നാളെ ഉച്ചൻ്റെ ശേഷമല്ലേ. അപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. ഇന്നൊക്കെ ആണെങ്കിലാണ്. ഇന്നിപ്പോൾ രാത്രി നമ്മൾ പോകണില്ലല്ലോ. പിന്നെ അല്ലമ്മ നിങ്ങൾ ഓൻ ഇന്ന് വരൂലേ? അതെ നാളെ വരുള്ളൂ. ഞാൻ നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. നേരത്തിൻ്റെ കാര്യം ഇതൊന്നും ഓനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണാവോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നിൽക്കുകയാണോ അതോ ആർക്കറിയാം. മോളെ ആ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അതാ ഫ്രിഡ്ജിൽ കണ്ട് മാറ്റി വെച്ചോളാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്നോട്ടെ. പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എടുത്തേക്കാനും നേരമില്ലല്ലോ. ഇന്നലെ നേരം ഉണ്ടാവില്ല വെച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ പോയി വാങ്ങിയത്. ഇന്നിപ്പോൾ കണ്ടില്ലേ, നന്നായി എന്തായാലും ഇന്നലെ വാങ്ങിയത്. ഇന്നിപ്പോൾ ഓൻ വരട്ടെ വെച്ചിട്ട് കാത്തിക്കുകയാണെങ്കിലോ എപ്പോൾ നട്ടപ്പാതിലേക്ക് കയറി വരിക വെച്ചിട്ടാണ്. ഓനങ്ങനെ നേരം വൈകൊന്നുമില്ല. ഓന കറക്റ്റ് സമയത്ത്. പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് ലോങ്ങൊക്കെ പോയതുകൊണ്ടേ എന്താ അറിയില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനും ഇതൊക്കെ ഉണ്ടാവല്ലോ. എന്തേ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അതിപ്പോൾ വേഗം പോയി വരാനൊന്നും പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും നോക്കാനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എവിടെ അവൻ്റെ കുട്ടി? മോളെ നോക്ക് അവൻ്റെ ഷർട്ട്. ഇത് ഇടല്ലേ നാളെ പോകുമ്പോൾ? ഓനക്കമ്മ എന്തിട്ടാലും രസം തന്നെയല്ലേ. ഓനന്ന് എന്നെ കൊണ്ടുവരാൻ വന്നപ്പോൾ ഇട്ടൊരു നല്ലൊരു കളർ ഷർട്ട് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പോൾ. ഇപ്പോൾ ഇതാ 1-2 കളറൊക്കെ നോക്ക്. ഓനക്ക് ഇഷ്ടമുള്ള ചെട്ടോട്ടെ. എന്തിട്ടാലും ഓന് ഭംഗിയാണ്. ഏത് കളറും ഓനക്ക് ചേരും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ഏതിട്ടാലും ഒരു ഭംഗിയാണ്. പിന്നെന്താണോ നമ്മളെ മുഖം എപ്പോഴും ഇങ്ങനെ പ്രസന്നമായ തന്നെ എന്തിട്ടാലും ഒരു ഭംഗി തോന്നും. ഒരു രസം തോന്നും. നമ്മളിങ്ങനെ ഗൗരവം പിടിച്ച് ദേഷ്യം പിടിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു എന്താ പറയുക മുഖത്തൊക്കെ നോക്കാൻ തോന്നാറ്. ഓന് പിന്നെ അങ്ങനെയല്ല. എല്ലാവരോടും ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന നല്ലൊരു പുഞ്ചിരിക്കുന്നൊരു മുഖമല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മക്കളെ നാളെ മാമൻ്റെ പെണ്ണ് കാണാൻ പോവണ്ടാ. എന്നാൽ വേഗം ഉറങ്ങിക്കോളും എല്ലാവരും. സമയം മഗ്‌രിബ് ബാങ്കും കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു. ഉമ്മാക്കാകെ ബേജാറാകുന്നു. പഠിച്ചോനെ ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക റബ്ബേ. ഉമ്മ എന്നാ ഒന്ന് വിളിച്ചു നോക്കി. വിളിച്ചു നോക്കട്ടെ. മഗ്‌രിബ് വരെ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോഴോ ഡ്രൈവ് ചെയ്യേ എന്തെന്നൊക്കെ വിചാരിച്ചു. കാണുന്നില്ലല്ലോ റബ്ബേ കുട്ടിനെ. ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അതാ ഉമ്മ വിളിക്കുന്നു. റേഞ്ച് ഇല്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ കൂക്കുന്നുണ്ടല്ലോ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത്. അതിന് നമ്മളെവിടുത്തെ പോലെ റേഞ്ചൊന്നും ഉണ്ടാവും അട്ടപ്പാടിയില്ലേ. എന്താ അറിയില്ല, റേഞ്ച് ഇല്ലാത്ത പ്രോബ്ലമാണ്. ഉമ്മ പിന്നെയും 2-3 തവണ വിളിച്ചു നോക്കി. അപ്പോഴെല്ലാം അങ്ങനെ തന്നെ. ഉമ്മ വേണമെങ്കിൽ അട്ടപ്പാടിയിൽ ചുരമൊക്കെ ഉണ്ടാവില്ലേ, ആ ചുരമൊക്കെ ഇറങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നെറ്റ്വർക്ക് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. സാജിദ ഉമ്മയെ സമാധാനിപ്പിക്കുന്നു. ഉമ്മക്ക് ഒരു സമാധാനവുമില്ല. ഉമ്മ നാളെ മോനെ കൊണ്ടുപോകാൻ എടുത്തു വെച്ച ആ ഒരു മുട്ടായി പൊതികളിലേക്കൊക്കെ നോക്കി നിൽക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടി റഹ്മാനെ, ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാ, എൻ്റെ കുട്ടി നാളെ പുതിയാപ്പിളായിട്ട് പെണ്ണ് കാണാൻ പോവാണ്. എൻ്റെ കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതിനു വേണ്ടി ഒരുക്കി വെച്ചതാണ് ഇതൊക്കെ. ഷമ്മാസിൻ്റെ ആ ഒരു ഷർട്ടുകൾ ഉമ്മ എടുത്തു നോക്കി. അത് തൊട്ടുകൊണ്ട് ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ അല്ലാ, എൻ്റെ കുട്ടിക്ക് ഇടാൻ വെച്ച ഷർട്ടാണ് നാളത്. എൻ്റെ കുട്ടി നാളെ പെണ്ണ് കാണാൻ പോവാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റാതെ ഇവിടെ നിന്ന് എത്തിക്കണം റഹ്മാനെ. ഉമ്മാക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവനെ കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടണമില്ല. ആരോട് ചോദിക്കാൻ? ജ്യേഷ്ഠന്മാരൊക്കെ ഫൈസലിനോട് ചോദിച്ചാൽ അവന് ചൂടാകും. ഇനിയിപ്പോൾ നവാസാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഓൻ എവിടെയാണാവോ? കുട്ടിയെ വിടാക്കി പോയതാണ്. ഉമ്മാക്ക് ഒരു സുഖമില്ല. സമയം 9 മണി കഴിഞ്ഞു. ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അപ്പോഴും റേഞ്ചില്ല. ഉമ്മ ആരെ കൂടെയാണ് ഓൻ പോയത്? അത് നിങ്ങൾക്കറിയോ? ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൾ ഓന് വന്നിരുന്നു. ഏതോ അവിടെ ഒരു ഹാജിയരോ എന്താ ഒരു കോടീശ്വരനുണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞ് അയാൾക്ക് എന്താ ഷോപ്പ് അവിടെ തുടങ്ങണം, അയാൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കട്ടപ്പാടുണ്ട്, അതിനു വേണ്ടി പോയേക്കാനെന്നൊക്കെ പറഞ്ഞു പോയത്. മന്നാ പേടിക്കണ്ട. ആചാര്യൊക്കെ ആകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചതിക്കൊന്നുമില്ലല്ലോ. ഓല് നേരെ വൈകി അയക്കും. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കിട്ടാത്തത്. ആ നമ്പറുണ്ടോ ഉമ്മ? ഇല്ല, ആ നമ്പറൊന്നുമില്ല. ഉമ്മയുടെ കൈകാലുകൾ കുഴയുകയാണ്. ഉമ്മക്ക് ഒന്നും സംസാരിക്കാൻ
കഴിയാത്ത പോലെ. ഉമ്മ നിങ്ങൾ ടെൻഷനായില്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നിങ്ങൾ നവാസിനൊന്ന് വിളിച്ചു നോക്കി. നവാസിനെ ഉമ്മ അതാ ഫോൺ ചെയ്യുന്നു. മോനെ, ഷാമോ ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ. ഉമ്മ, ഓൻ എങ്ങോട്ട് പോയത് പറഞ്ഞത്? ഓൻ അട്ടപ്പാടി. എന്നാൽ വരാൻ സമയമാണേ ഉള്ളൂ. കാരണം അവിടെയൊക്കെ കുറേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടേ, അവിടെയൊക്കെ കണ്ട് ഇനി വരാനാ പ്ലാനിങ്, എന്താ അറിയില്ല. വിളിച്ചു നോക്കിയോ? വിളിച്ചിട്ട് കിട്ടണില്ല മോനെ. എന്താ പറയണേ? റേഞ്ചില്ല. അത് വന്നോളൂ. അവർ ചുരത്തിൽ അവിടെ ഒരുപാട് കാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഏരിയയൊക്കെയാണ്. അപ്പോൾ അതൊന്നും വിഷയമില്ല, നിങ്ങൾ പേടിക്കണ്ട, ഓൻ വന്നോളൂ. സമയം 10 മണിയായി. നാളെയാണ് എൻ്റെ കുട്ടി പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു ദിവസം. എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ച് എൻ്റെ കുട്ടി റബ്ബേ എങ്ങോട്ടാണ് പോയത്? എൻ്റെ കുട്ടിയെ ഒരാപത്തും കൂടാതെ നീ എനിക്ക് തിരിച്ചു തരണം തമ്പുരാനെ. സാജിദാക്കും അത് കേട്ടപ്പോൾ ടെൻഷനായി. ഉമ്മ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറിയണോ പോയ ഓരോ ഫോൺ നമ്പറും ഇല്ലല്ലേ? വന്നോളായിരിക്കും, അല്ല അപ്പം എന്താ, ഓൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. മോളെ, എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കുട്ടി 9-ന് ശേഷം അങ്ങോട്ട് പോവില്ല, അതിന് മുമ്പ് തിരിച്ചെത്തും. ഉമ്മ ബേജാറാവും, പേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ കുട്ടി അന്ന് ഉച്ചയ്ക്ക് വിളിച്ചതാണ്, അതിൻ്റെ ശേഷം വിളിച്ചിട്ടില്ല. എന്താണാവോ? ഉമ്മ, നമുക്ക് ഇന്നും കൂടി കാത്തു നോക്കുക. ചിലപ്പോൾ രാത്രിയൊക്കെ, അല്ലെങ്കിലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എല്ലാ ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ കിടന്നോളി, ഭക്ഷണം കഴിച്ചോളി. കുട്ടികൾക്കൊക്കെ ഭക്ഷണം എടുത്ത് കൊടുക്ക്. എനിക്ക് വേണ്ട. അതെന്തോ ഉമ്മ, നിങ്ങൾ കുറച്ച് കഴിക്കിട്ടോ, നിങ്ങൾക്ക് പ്രഷർ കുറയിട്ടോ. ഞാൻ കഴിച്ചോണ്ട് എൻ്റെ കുട്ടി വരട്ടെ. എൻ്റെ ഷാമോൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കാറുള്ളത്. ഓൻ വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഉമ്മ, ഓൻ എപ്പോൾ വരുമെന്ന് കരുതിയിട്ടാ? ഓലൊക്കെ വഴിയിൽ നിന്ന് ഫുഡേ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കഴിച്ചോളി. വേണ്ട, എൻ്റെ കുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഉമ്മ ഷമ്മാസിനെയും കാത്തുകൊണ്ട് അതാ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ഉമ്മ, എന്താ നിങ്ങളെ സിറ്റ് ഔട്ട് പോയിരിക്കണം? ഇങ്ങോട്ട് പോരേ, ഓൻ വന്നോളെന്ന് പറഞ്ഞില്ലേ? മോളെ, എൻ്റെ കുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഷമ്മാസ് ഇത്രയും സമയം എവിടെ? ഷമ്മാസിന് എന്തു പറ്റി? നാളെ മിഠായി കൊടുക്കുന്ന ദിവസമാണ്, അതിന് ഇന്ന് വരണം. ഒരിക്കലും അവൻ ഉമ്മയെ വിട്ട് ഒരു ദിവസം പോലും നിന്നിട്ടില്ല. എന്നും ഉമ്മയുടെ അടുത്ത് തന്നെയാണ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം. പ്രിയപ്പെട്ട തൻ്റെ ഷാമോനെയും കാത്തുകൊണ്ട് ഉമ്മ അവിടെ കാത്തു നിൽക്കുകയാണ്. എത്ര നട്ടപ്പാതിരാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടി വന്നിട്ട് കിടക്കുന്നുള്ളൂ. ഉമ്മ അവിടെ തൻ്റെ ഷാമോൻ്റെ വരവും കാത്ത് പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.